പൂരം തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എന്താ മനസ്സിൽ ഓടിയെത്തുന്നത്? എപ്പോഴാണ് ആദ്യമായിട്ട്? ഒരിക്കലും കാണാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിടത്തുനിന്ന് ഗുരുവായൂരപ്പൻ എന്നെ ഇവിടെ ഈ നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് ഉറപ്പിച്ചിരിക്കുന്നു. അസാധ്യം എന്ന് വിചാരിച്ചത് എനിക്ക് സാധ്യമായിരിക്കുന്നു. പൂരം ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് എനിക്കിവിടെ വന്ന് ഇതിൻ്റെ നടത്തിപ്പിലും പങ്കുചേർന്ന് ആനന്ദിക്കാൻ സാധിക്കുന്നു. വടക്കുന്നാഥനല്ലേ എല്ലാം തീരുമാനിക്കുന്നല്ലേ? വടക്കുന്നാഥൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി എല്ലാം നിശ്ചയിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കാം. ഏറ്റവും ആദ്യമായിട്ട് എപ്പോഴാണ് പൂരം കണ്ടത്? പൂരം 2019 കാണുന്നത്. അതും വളരെ ദൂരെ ഇരുന്നിട്ടാണ്. പക്ഷെ അവിടുന്നും കാഴ്ചകളൊന്നും വ്യക്തമായി കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും, രണ്ട് കാര്യങ്ങൾ ടി വിയെ ആശ്രയിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് അറിയണമെങ്കിൽ ഒന്ന് ക്രിക്കറ്റ്, ഫുട്ബോളിന് നമുക്ക് ആവേശം പകർന്നെടുക്കണമെങ്കിൽ നമ്മൾ ഗാലറിയിൽ ഉണ്ടാവണം. ഫ്രണ്ടിൽ VIP സീറ്റ് ഇരുന്നാൽ നപുംസകങ്ങളായി പോകും ആസ്വാദകരെന്ന നിലയ്ക്ക്. ഗാലറിയിലിരിക്കണം എന്ന് പറഞ്ഞ പോലെ പൂരം അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അതിൻ്റെ ആ എസൻസ് ഓഫ് പൂരം എന്ന് പറയുന്നത് നമുക്കങ്ങ് മനസ്സിൽ പതിപ്പിച്ചെടുക്കണമെങ്കിൽ TV യിൽ തന്നെ കാണണം.